ഗൈസ് ഇതാരാ വന്നെന്ന് നോക്കൂ, ഇതാണ് ഏത്താമണ്ണൻ. അതേ ഏത്താമണ്ണന്റെ കുട്ടികൾ. അങ്ങനെ അവർക്കൊരു ഹലോ കൊടുത്ത് നേരെ നമ്മൾ വന്ന കാര്യത്തിലേക്ക് കിടന്നു. കഴിഞ്ഞ എൻ്റെ ഷൂവിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കുറേ റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് സംസാരിക്കുന്ന പുള്ളിയാണ് ഏത്താം. നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ പുള്ളിനോട് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ കാഞ്ഞ ബുദ്ധി തോന്നിയ ഐഡിയ ആണിത്. അതായത് ഇതുപോലൊരു മാർക്കറ്റിൽ വന്നിട്ട് ചൈനയിലുള്ള വെറൈറ്റി പ്രൊഡക്ട്സിന്റെ വീഡിയോസ് എടുക്കും, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് നമ്മുടെ ഏത്താമിനോട് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി നേരെ ഫാക്ടറിയിൽ നിന്ന് ആ സാധനം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കും. അതായത് ഒരു ഡിസ്പ്ലേ പോലെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ നമുക്ക് തരിക. അപ്പോൾ നമ്മളുടെ ഏതാമ വഴി നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് ബൾക്കായിട്ട് സാധനം നാട്ടിലെത്തും. അപ്പോൾ ആ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തേക്കാം. ഈ ചൈനക്കാർക്ക് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു ജീവിനെ കാണുന്ന പോലെ ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് നമ്മളെ പൊക്കിയടിക്കും. ബ്യൂട്ടിഫുൾ, ഹാൻസം, യു ആർ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ചൈനയിൽ എവിടെ ചെന്നാലും ഇതാണ് അവസ്ഥ. പിന്നെ അധികം ലേറ്റ് ആക്കില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എല്ലാവരോടും ബൈക്ക് പറഞ്ഞ് നേരെ ഇറങ്ങി നടന്ന് ക്ഷീണിച്ചല്ലേ ആ ഷോപ്പിന്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ നിന്ന് ഡ്രിങ്ക് വാങ്ങി തരാം, നിങ്ങൾ ഇവിടെ നിന്നോ, ഷോപ്പിന്റെ ഉള്ളിൽ തിരക്കാൻ ഞാൻ പോയി വാങ്ങി വരാന്നുള്ള പോക്കാണത്. അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ കണ്ട ഒരു രസകരമായ കാഴ്ചയാണിത്. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് വീഡിയോ ഉള്ളിൽ കയറി എടുക്കാമെന്ന്. പിന്നെ അവിടെ കയറി ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഡ്രിങ്ക് വന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോണ പരിപാടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിങ്കൊക്കെ കുടിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ ഞങ്ങൾ കാറിൽ കയറി നേരെ നമ്മുടെ കോളേജിലേക്ക് പോയി. അവിടെ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ വിളിക്കണ മക്കളെ എന്ന് പറഞ്ഞ് ഏത്താൻ പോയി.